അങ്ങനെ അവസാനം ഞാനത് ചെയ്തു. എന്ത് ചെയ്തു? ടേബിൾ സെറ്റ് ചെയ്തു. ഓ, ഇരുന്നിരുന്ന് പൊടി വരെ പിടിച്ചു. ടേബിൾ അൺബോക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ എക്സൈറ്റ്മെന്റ് ബാക്കിയായിട്ട് ആക്രാന്തത്തിൽ ഞാൻ സാധനം പൊട്ടിച്ചതാണ്. വല്ല കാര്യം ഉണ്ടായിരുന്ന ഉപയോഗിച്ച് പോലും തുടങ്ങിയിട്ടില്ല. ആദ്യം തന്നെ നല്ല യമണ്ടൻ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, കൗതുകം ലേശം കൂടുതലാണ്. എന്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ഇരിക്കുന്നു, രാത്രി ആകുമ്പോൾ കഴിയുന്നു, രാവിലെ ഫ്രഷ് ആയിട്ട് വീഡിയോ എടുത്ത് തുടങ്ങുന്നു. പക്ഷെ സാധനങ്ങൾ ആ പെട്ടിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ എന്റെ പകുതി കാറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ മിന്നി മിന്നി കത്തുന്നു എന്ന് പറഞ്ഞ് ഫാനും ഓഫ് ആക്കിയിട്ടായിരുന്നു ഇത്രയും ചെയ്തത്. അയ്യോ, ചൂടെടുത്ത് എനിക്കൊരുമാതിരി ഫ്രസ്ട്രേഷൻ വരാൻ തുടങ്ങി. ടേബിളിന്റെ ഒറ്റ ഒരു സൈഡ് സെറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ മാനുവൽ ആണ് ഈ ബുക്ക് പോലത്തെ സാധനം. തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പണ്ടത്തെ ഏതോ റെക്കോർഡ് തുറന്നൊരു ഫീൽ ആയിരുന്നു. അവസാനം നോക്കി ഒരു സൈഡ് ഇതാ ഇത്രയും ചെയ്തെടുത്തു. ഇത്രയും ചെയ്തപ്പോൾ തന്നെ എന്റെ ഫുൾ ചാർജ് അങ്ങോട്ട് പോയി. രാത്രി തീർക്കുന്നു, രാവിലെ ഫ്രഷ് ആയിട്ട് വീഡിയോ എടുത്ത് തുടങ്ങുന്നു എന്നൊക്കെ ആയിരുന്നു പ്ലാൻ എങ്കിലും രാവിലെ ഫ്രഷ് ആയിട്ട് ബാക്കി സെറ്റ് ചെയ്തെടുക്കേണ്ട അവസ്ഥയായിരുന്നു. ഇത് മൊത്തം സെറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് അറിയോ? സംഭവം ആക്ച്വലി ഫിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ മാനുവലി നോക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് ചെയ്ത് വരുമ്പോഴാണ് പ്രാന്താവുന്നത്. പോരാത്തതിന് അപ്പുറത്തെ സൈഡ് 2 ലെഗ്സ് പിടിപ്പിക്കാനുണ്ടായിരുന്നു. അതിലാണെങ്കിൽ ഒരു 10 സ്ക്രൂ ടൈറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സാധനം കൂടെ ഫിറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ടേബിളിന്റെ ആ ഒരു ഫൈനൽ ലുക്ക് നമുക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. തലയിൽ മൊത്തം ഈ ഒരു ടേബിൾ എങ്ങനെ മറിച്ചിടുന്നുള്ളതായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ അത്രയ്ക്കും വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു വീട്ടിലുള്ള ടേബിളിലാണ് ഇതിനേക്കാളും വെയിറ്റ് ഉള്ളത്. ഇനി ആകപ്പാട് ചെയ്യാനുള്ളത് ഈ 2 സാധനം ഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇത്രയും കണ്ടപ്പോൾ തന്നെ ഇത്ര നേരം പണിയെടുത്തതിന്റെ ആ ഒരു ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറി. ക്രാഫ്റ്റും ജേർണലിംഗ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പരാതി പറയുന്ന ആൾക്കാർക്കുള്ള വീഡിയോസ് ഒക്കെ പിന്നാലെ ഞാൻ ഇടാം. ഈ ഒരു ടേബിളിന് ലിങ്ക് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഓഫ്ലൈൻ ആയിട്ട് വാങ്ങിച്ചതായിരുന്നു. എവിടെന്നാ വാങ്ങിച്ചത്, എങ്ങനെയാ വാങ്ങിച്ചെന്നുള്ളതൊക്കെ വഴിയെ ഞാൻ വേറെ വീഡിയോസിൽ പറയാം. അയ്യോ, ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഇനി ഇഷ്ടംപോലെ സാധനങ്ങൾ അൺബോക്സ് ചെയ്ത് സെറ്റ് ചെയ്യാനുണ്ട്. എല്ലാം ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.